മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. ഈ ഒരു പ്രശ്നമുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ഈ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. മറക്കാതെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ മറവി നമ്മളുടെ ഒരു ജെനറ്റിക്സിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ എല്ലാവരും മറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. ഒരു മറവി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഓവർ മറവി ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. സോ നമ്മൾ ആ ഒരു മറവിയെ എങ്ങനെയാണ്, അല്ലെങ്കിൽ മറക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിന് കുറച്ച് ട്രിക്സ് ഉണ്ട്. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് മറക്കാതെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനാണെങ്കിലും ഓൾവേസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. സോ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ആ ഒരു ടീച്ചർ പറയുന്ന ഒരു ലെക്ചർ അല്ലേ, ആ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ബാച്ചുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചുകളിൽ ആ ക്ലാസ് ഒരു ടീച്ചറുടെ വളരെ ക്ലാരിറ്റിയോട് കൂടിയുള്ള ക്ലാസ് നിങ്ങൾ കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചാപ്റ്ററിന് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കില്ല. അപ്പോൾ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ടീച്ചറിൽ നിന്ന് മനസ്സിലാക്കി എടുത്തു. ഇനി അതിനുശേഷം നമ്മൾ നോട്ട്സ് ഉണ്ടാക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നോട്ട്സ് ഉണ്ടാക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, കുറേ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. റിവിഷനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രിപ്പയറിങ് നോട്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോട്ട്സിൽ നിങ്ങൾ ഒരു തവണ എഴുതി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ അത് മനസ്സിലാവും. അപ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ എപ്പോഴും വളരെ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളിപ്പോൾ എഴുതുന്ന സമയത്ത് കുറേ പിക്ചറൊക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറേ എന്ത് ചെയ്യാം, ഫ്ലോ ചാർട്ടോ അങ്ങനത്തെ പിക്ചറൈസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ബയോളജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കുക. ചാർട്ട്സ്, അതുപോലെ തന്നെ ഡയഗ്രംസ്, ഫ്ലോ ചാർട്ടുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ബേസിക് സയൻസിനൊക്കെയാണ് കൂടുതൽ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് അതിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുക. ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ബട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റർ മാർക്കേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു റെഡ് ലൈൻ താഴെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ എന്തൊരു രീതിയിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. സോ ഒരു ലെക്ചർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഈ ഒരു കാര്യം, നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ കാര്യം മറന്നിട്ടുണ്ടാവും. സോ അടുത്തത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ നോട്ട്സ് വായിക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഉറക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ചില ആൾക്കാർക്ക് ഉറക്കം വായിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ മൈൻഡിൽ വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങളൊരു കുട്ടീനെ മനസ്സിലാക്കിപ്പിക്കുന്നത് പോലെ നിങ്ങൾ അതൊന്ന് പറഞ്ഞു നോക്കുക. ദാറ്റ് ഈസ് ടീച്ച് ആസ് എ ടീച്ചർ. അതായത് ഒരു ടീച്ചർക്ക് ഒരു കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ മാത്രമേ നമുക്കൊരു സാധനം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാര്യം വെറുതെ ചുമര് നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യുക, ഇപ്പോൾ കുറേ സമയം നമുക്കുണ്ടല്ലേ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതർവൈസ് അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ്. സോ എന്ത് ചെയ്യുക, ടീച്ചറിനെ പോലെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. ഇനി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ സാധനങ്ങളെയും ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഒരു ചാപ്റ്റർ ആണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് ലിങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ട്രിക്കുകൾ അല്ലെ, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ
ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ട്രിക്സൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിരുന്നുണ്ട്. സോ ട്രിക്സൊക്കെ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് റിപ്പീറ്റ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്. ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ആ മറവി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുക. ദാറ്റ് ഈസ് ഒരു റിവിഷൻ നടത്തുക. ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യില്ല, അത് മറക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഒരു ദിവസം നിങ്ങൾ പഠിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അതിനൊന്ന് റീകളക്ട് ചെയ്യുക. നിങ്ങൾ വെറുതെ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, റീകളക്ട് ചെയ്യുക. അതായത് ഒന്ന് പറഞ്ഞൊക്കെ നോക്കുക. ഓക്കെ, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി പോവുക. ഈ ഒരു കാര്യം ത്രൂ ഔട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. മറവി കുറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്